എല്ലാവർക്കും SR കറിവേഡിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഒരു മലബാർ ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ചധികം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായാൽ 4 മീഡിയം വലുപ്പത്തിലുള്ള സബോള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 4 സബോളയും കട്ട് ചെയ്തതും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഗോൾഡൻ കളറായാൽ കോരിയെടുക്കാം. അങ്ങനെ മുഴുവൻ സബോളയും ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് കൂടിയെന്ന് വെച്ചിട്ട് ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് മസാല റെഡിയാക്കി എടുക്കാനായി 4 കഷ്ണം പട്ട, 6 കറിയാമ്പൂ, 6 ഏലക്കായ, 2 ജാതിപത്രി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 4 മീഡിയം വലുപ്പത്തിലുള്ള സബോള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. സബോള വേഗം വഴന്നു വരാനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് 6 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, 35 അല്ലി വെളുത്തുള്ളിയും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്നതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അര കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ 3 തക്കാളി കട്ട് ചെയ്തതും, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, അര കപ്പ് അധികം പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുക. മസാല റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. റൈസ് റെഡിയാക്കാനായി 1 കപ്പ് ആണ് കണക്ക്. അതിൽ അര കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് നെയ്യും കൂടെ ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 4 കഷ്ണം പട്ട, 4 ഏലക്കായ, 6 കറിയാമ്പൂ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അത് അരിപ്പ പാത്രത്തിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഏത് പാത്രത്തിലാണോ അരി എടുത്ത് വെച്ചാൽ അതിൻ്റെ 2 പാത്രം വെള്ളം തിളപ്പിച്ചെടുക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സബോള ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് സബോള ഞാൻ ഗാർണിഷിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ സ്റ്റൗവ് ഓഫ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്യാട്ടോ.
ഇനി നമ്മുടെ റൈസ് എന്തായി നോക്കാം. റൈസ് ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ലെവലാക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി ഇത് ദം ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് നമ്മുടെ ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. രണ്ട് ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോള ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കുക. മല്ലിച്ചെപ്പും പുതിനയും ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് ഗരം മസാല, ഇങ്ങനെ ബിരിയാണി മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ. ഇത് ദം ചെയ്യുന്ന പാത്രമാട്ടോ. അപ്പോൾ 2 മൂടി ഉള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ മൂടാൻ. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാവൂ. ഇപ്പം നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം മുകളിലുള്ളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, റൈസ്. എന്നിട്ട് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്, പ്ലീസ്. ഇനി നമുക്ക് ചിക്കനും ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സെർവ് ചെയ്യുക ഇതേപോലെ. ആദ്യം അടിയിലത്തെ റൈസ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.